പൊട്ടിപ്പോയ DGP ഓഫീസ് മാർച്ച് പോലെ ആയിരിക്കില്ല. ബ്ലോക്ക് തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ തൊട്ട് ഈ ഒരു സമരം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദിയിലേക്ക് തന്നെ ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായത്. സമുദായ സംഘടനകളിൽ പോലും പിളർപ്പുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം, ഒരു നീക്കം പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ DGP ഓഫീസ് കൊണ്ട് അപമാനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. കണ്ണീർ വാതകത്തെ പേടിക്കാത്ത അല്ലെങ്കിൽ ജലപീരങ്കിയെ പേടിക്കാത്ത ഒരു യൂത്ത് കോൺഗ്രസിനെയാണ് അന്ന് കണ്ടത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീണ്ടും വലിയൊരു പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നാളെ ബ്ലോക്ക് തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫാഷിസ്റ്റ് വിരുദ്ധ സമരം നടത്തുമെന്നാണ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഫാഷിസ്റ്റ് വിമോചന സദസ്സ് എന്ന പേരിലായിരിക്കും സമരം നടക്കുക. KPCCയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം DGP ഓഫീസിലേക്ക് ഒരു മാർച്ച് നടന്നിരുന്നു. ആ മാർച്ച് ഇവർ പ്രതീക്ഷിച്ചത്ര വാർത്താ പ്രാധാന്യം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷിച്ച രീതിയിലേക്ക് ആ പ്രതിഷേധം എത്തിയില്ല എന്നുള്ളതാണ്. വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് നേതാക്കൾ സംസാരിക്കുമ്പോൾ കണ്ണീർവാതക പ്രയോഗവും അതോടൊപ്പം തന്നെ ജലപീരങ്കി പ്രയോഗവും ഒക്കെ ഉണ്ടാവുകയും നേതാക്കൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ അത്തരത്തിൽ നേതാക്കൾക്ക് പെട്ടെന്ന് അവിടെ നിന്നും മാറേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത്തരത്തിൽ ആ ഒരു പ്രതിഷേധം പോലീസ് നടപടിയോടുകൂടി പൊളിഞ്ഞു എന്ന ഒരു ചീത്തപ്പേര് സ്വാഭാവികമായും ഉണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ആ സമരം പൂർണ്ണമായും തന്നെ പൊളിഞ്ഞു എന്നാണ് ഇടതുപക്ഷവും CPIM-ഉം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു സമരം നടത്തിയേ മതിയാകൂ. പൊളിഞ്ഞുപോയ ആ സമരം അതിൻ്റെ എല്ലാ ഊർജവും എടുത്തുകൊണ്ട് ബ്ലോക്ക് തലത്തിൽ ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തലസ്ഥാനത്തെ DGP ഓഫീസിലേക്കാണ് ആയിരങ്ങൾ പങ്കെടുത്ത അല്ലെങ്കിൽ അത്രത്തോളം ആളുകൾ ജനനിബിഡമായ വലിയൊരു സമരം അല്ലെങ്കിൽ വലിയൊരു മാർച്ചാണ് KPCC സംഘടിപ്പിച്ചത്. പക്ഷേ പെട്ടെന്നുണ്ടായ പോലീസ് നടപടി, ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനം മൂലമാണ് പോലീസ് നടപടിയെടുത്തെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ക്യാബിനറ്റ് റാങ്കിലുള്ള VD സതീശനടക്കം വേദിയിൽ ഉണ്ട്, മറ്റ് MP-മാരുണ്ട്, MLA-മാരുണ്ട്. ആ സമയത്താണ് VD സതീശൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജലപീരങ്കി പ്രയോഗിക്കുകയും പിന്നീട് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഈ സമരത്തിന് ശേഷം പ്രവർത്തകർക്കെതിരെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും നേതാക്കൾക്കെതിരെയും ഒക്കെ രൂക്ഷമായ വിമർശനങ്ങളും ട്രോളുകളും ഒക്കെയാണ് സൈബർ സഖാക്കൾ അല്ലെങ്കിൽ ഈ നവമാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരുന്നത്. അത്തരത്തിൽ തിരിഞ്ഞോടിപ്പോയി, വെള്ളം കണ്ടപ്പോൾ പേടിച്ചു എന്ന രീതിയിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ ആക്ഷേപങ്ങൾക്കൊക്കെ ഒരു പരിധി വരുത്തുക, അല്ലെങ്കിൽ തങ്ങൾക്കും എന്ത് സമരവും ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്, തങ്ങൾക്കതിനുള്ള വീര്യമുണ്ട് എന്ന് തെളിയിക്കാൻ കൂടി വേണ്ടിയാണ് സംസ്ഥാനത്തെ വിവിധ ബ്ലോക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം നടത്താനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമായിരിക്കില്ല, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു സമരം തന്നെ നടത്താൻ, അതായത് ഫാഷിസ്റ്റ് വിമോചന സദസ്സ് എന്ന പേരിൽ വൻ പ്രതിഷേധ ജ്വാല നടത്താനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ തുടർ പ്രക്ഷോഭ പരിപാടികൾ പിന്നീട് തീരുമാനിക്കുമെന്നുമാണ് കെ സുധാകരൻ അറിയിക്കുന്നത്. കെ സുധാകരൻ ചികിത്സാർത്ഥം വിദേശത്തേക്ക് ഈ മാസം അവസാനമാണ് പോകുന്നത്. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധം നടത്തണം. അതിനുശേഷം കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട്. കാരണം നിലവിൽ DGP ഓഫീസിന്റെ പേരിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പേരുകെട്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു നാണം കെട്ട അവസ്ഥ സ്വാഭാവികമായും ഉണ്ട്. കാരണം വലിയൊരു പ്രതിഷേധമായിരിക്കും, വലിയൊരു പ്രക്ഷോഭമായിരിക്കും, തങ്ങളുടെ രാഷ്ട്രീയം കൃത്യമായി തന്നെ അവിടെ വിശദീകരിക്കും എന്ന ഒരു ഉറപ്പ് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. കെ സുധാകരനുമൊക്കെ ഈ സമരത്തിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ പ്രതിഫലിപ്പിക്കാൻ ഈ സമരത്തിന് അല്ലെങ്കിൽ DGP ഓഫീസിലേക്കുള്ള മാർച്ചിൽ സാധിച്ചില്ല. ഏതാണ്ട് കെ സുധാകരനും VD സതീശനും സംസാരിക്കുമ്പോഴേക്കും പൂർണ്ണമായും ആ വേദി വിട്ട് നേതാക്കൾക്ക് അവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നു. വേദിയിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള മറ്റ് നേതാക്കളുണ്ടായിരുന്നു. അവർക്കൊന്നും തന്നെ പ്രസംഗിക്കാനൊന്നും അവസരവും ലഭിച്ചില്ല. ഈ സമരം കൊണ്ട് ചീത്തപ്പേര് മാത്രമാണ് തങ്ങൾക്ക് ഉണ്ടാക്കാനാക്കിയത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭംഗി സ്വാഭാവികമായും ഉണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഓരോ പ്രവർത്തകർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളെ നടക്കാനിരിക്കുന്ന ഈ സമരം അത് ഏത് തരത്തിലും വിജയിപ്പിച്ചേ മതിയാകൂ. പിണറായി വിജയന്റെ പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ്, സർക്കാർ എന്ത് തരത്തിലുള്ള നടപടിയെടുത്താലും ഈ സമരം നടത്തും. അത് പൊട്ടിപ്പോയ DGP ഓഫീസ് മാർച്ച് പോലെ ആയിരിക്കില്ല. ബ്ലോക്ക് തലത്തിൽ
സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ തൊട്ട് ഈ ഒരു സമരം നടത്തും. അതിൽ വലിയൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. ഈ നവകേരള സദസ്സിലെ പോലീസ് ആക്രമണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് K. സുധാകരൻ MP പറഞ്ഞിരുന്നു. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. DGP ഓഫീസ് മാർച്ചിന്റെ വേദിയിലേക്കടക്കം ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിലൂടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ വാഷ് ഔട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നതെന്നും സുധാകരൻ പറയുകയും മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരിപാടി പോലീസിന്റെ നരനായാട്ടിനെതിരെ 27-ാം തീയതി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാഷിസ്റ്റ് വിമോചന സദസ്സ് എന്ന പേരിൽ വൻ പ്രതിഷേധ ജ്വാല നടത്തുമെന്ന് പറയുന്നത്. തുടർ പ്രക്ഷോഭ പരിപാടികൾ പിന്നീട് തീരുമാനിക്കുമെന്നും സുധാകരൻ അറിയിച്ചിരുന്നു. എന്തായാലും ഈ DGP ഓഫീസിലേക്ക് നടന്ന മാർച്ചിന് പിന്നിൽ, ആ മാർച്ചിൽ പോലീസ് നടപടി ഉണ്ടായതിന് പിന്നിൽ, അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് അതൊരു ആക്രമണത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദിയിലേക്ക് തന്നെ ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായത് എന്ന ആക്ഷേപമാണ് സുധാകരൻ അപ്പോഴും ഉന്നയിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും സംഭവിക്കില്ല. കേസെന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ല. പിണറായി സൈക്കോപാത്തിനെ പോലെയാണ് പെരുമാറുന്നത്. ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകാനാകൂ. മുഖ്യമന്ത്രി ക്രൂരതയുടെ പര്യായമാണ്. പിണറായിക്ക് കൊലയാളി മനസ്സാണ്. പിണറായി വിജയനെ നിലക്ക് നിർത്താൻ CPM-ൽ ആളില്ല. കരിങ്കൊടി കാണിക്കാൻ പോലും കേരളത്തിൽ പറ്റുന്നില്ല. ഇവിടെ നിയമവാഴ്ചയുണ്ടോ എന്നും സുധാകരൻ ചോദിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുക്കാൻ തയ്യാറായത് കോടതി പറഞ്ഞ ശേഷമാണ്. കുറ്റം ചെയ്ത പിണറായിക്കെതിരെ കേസില്ല, ഒന്നും ചെയ്യാത്ത തനിക്കെതിരെ കേസെന്ന സ്ഥിതിയാണ് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമെന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകത്തിൽ തുടങ്ങിയതാണ് പിണറായിയുടെ രക്തപ്രയാണം. ബോഡിഗാർഡായിരുന്ന വെട്ടുണ്ടായ ബാബുവിനെ കൊന്നിട്ടും തീരാത്ത പക കാട്ടിയവരാണ്. കണ്ണൂരിലെ ജനങ്ങൾക്ക് മാത്രം അറിയാവുന്ന പിണറായി എന്ന സൈക്കോപാത്തിനെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തിരിച്ചറിയാൻ നവകേരള സദസ്സ് യാത്രയിലൂടെ സാധിച്ചുവെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. അത്തരത്തിൽ സുധാകരൻ അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായി വിമർശിക്കുന്നു. എന്തായാലും നാളെ നടക്കാനിരിക്കുന്ന സമരം അത് വിജയിപ്പിക്കുക, വലിയ രീതിയിലേക്ക് ഈ സമരത്തെ കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഓരോ പ്രവർത്തകർക്കും നേതൃത്വത്തെയും ഒക്കെ തന്നെ KPCC അറിയിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലകളിലെയും ബ്ലോക്ക് തലത്തിലുള്ള മണ്ഡലം കമ്മിറ്റികൾക്കൊക്കെ തന്നെ നിർദ്ദേശം കൃത്യമായി നൽകിയിട്ടുണ്ട്. പ്രധാനമായും പ്രവർത്തകരുടെ എണ്ണം വർദ്ധിപ്പിക്കണം, ആ സമരം വലിയ വിജയത്തിലേക്ക് എത്തിക്കണം. ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. കാരണം DGP ഓഫീസ് കൊണ്ട് അപമാനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. സ്വാഭാവികമായും അതുകൊണ്ട് ഇതൊരു അഭിമാന പ്രശ്നമാണ്. ജീവൻ മരണ പോരാട്ടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കാനുള്ള സമയമാണ്. ഇതിനിടയിൽ ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയൊക്കെ വന്നിരിക്കുന്നു. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമൊക്കെ മന്ത്രിമാരാകുന്നു. അത്തരത്തിൽ സമുദായ സംഘടനകളിൽ പോലും പിളർപ്പുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം, ഒരു നീക്കം പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഏത് തലത്തിലും അല്ലെങ്കിൽ ഏത് നിലക്കും തകർക്കുക അല്ലെങ്കിൽ തളർത്തുക എന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിന് ഇപ്പോൾ ഒരു ഊർജം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ നവകേരള സദസ്സ് കൊണ്ട് കോൺഗ്രസിൽ വന്ന പല മാറ്റങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ വയ്യ. കാരണം അഴകുഴമ്പൻ സമീപനമായി പോയിക്കൊണ്ടിരുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ ആ ഒരു പവറില്ലാതെ അഴകുഴമ്പൻ സമീപനം മാത്രം സ്വീകരിച്ചുകൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസ് അടക്കമാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. ഈ നവകേരള സദസ്സിന്റെ ദിവസങ്ങൾ മുഴുവൻ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഈ കരിങ്കൊടി കാട്ടുക മാത്രമല്ല, ഈ പോലീസിന്റെയും അല്ലെങ്കിൽ DYFI പ്രവർത്തകരുടെയും ഒക്കെ അടിയൊക്കെ വാങ്ങിക്കൊണ്ട് എത്ര കഷ്ടപ്പെട്ടും തങ്ങൾ കരിങ്കൊടി കാണിക്കും. അങ്ങനെ പോലീസിനെ കണ്ട് പേടിക്കാനൊന്നും യൂത്ത് കോൺഗ്രസ്സുകാർ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ DYFI പ്രവർത്തകരെ കണ്ടിട്ട് പേടിക്കാനൊന്നും യൂത്ത് കോൺഗ്രസ്സുകാർ തയ്യാറായിരുന്നില്ല. കൊല്ലത്തെത്തിയപ്പോഴാണ് വീണ്ടും അതിന്റെ ഒരു മാറ്റം കോൺഗ്രസിന് ഇടയിൽ കാണാൻ സാധിച്ചത്. നേതാക്കൾ നേരിട്ടിറങ്ങി തന്നെ അടിച്ചാൽ തിരിച്ചടി എന്ന പ്രഖ്യാപനം നടത്തി. അതുകൊണ്ടാണ് കൊല്ലം തൊട്ട് വലിയ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്കൊക്കെ ഈ പ്രതിഷേധം മാറിയത്. ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു മാർച്ച്, പോലീസിനെ കണ്ട് പേടിക്കാത്ത, ലാത്തിയെ പേടിക്കാത്ത, കണ്ണീർ വാതകത്തെ പേടിക്കാത്ത അല്ലെങ്കിൽ ജലപീരങ്കിയെ പേടിക്കാത്ത ഒരു യൂത്ത് കോൺഗ്രസിനെയാണ് അന്ന് കണ്ടത്. അന്ന് പോലീസിന് പരമാവധി സമീപനം പോലീസ് എന്ന് പാലിച്ചിരുന്നു. കാരണം സംയമനം പാലിച്ചത് കൊണ്ട് മാത്രമാണ് വലിയൊരു അതിക്രമത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പോലീസ് നടപടിയിലേക്ക് അന്ന് പോകാതിരുന്നത്. എങ്കിൽ പോലും സഹികെട്ട, കാരണം പോലീസിന്റെ ഷീൽഡ് തല്ലിപ്പൊളിക്കുക, പോലീസിന്റെ കയ്യിൽ നിന്ന് തന്നെ ലാത്തി വാങ്ങി തിരിച്ച് പോലീസിനെ തല്ലുക, അവരുടെ ഷീൽഡ് അടിച്ചു പൊട്ടിക്കുക, പ്ലാസ്റ്റിക്കിൽ അത്രയും
ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് അത്. ആ പ്ലാസ്റ്റിക് പോലും അടിച്ചു പൊട്ടിക്കാൻ പട്ടികയുമായൊക്കെ എത്തി ഏത് തരത്തിലും പോലീസിനെ നേരിടാൻ, കാരണം തങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസുകാരെ ഏത് തരത്തിലും നേരിടണം എന്ന രീതിയിൽ തന്നെയായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. അത്തരത്തിൽ പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. പുതിയ അടവ് നയങ്ങൾ, പണ്ട് പറയാറുണ്ടല്ലോ ഈ സിനിമയിൽ പറയുന്ന പോലെ, പഴശ്ശിരാജ സിനിമയിൽ പറഞ്ഞ പോലെ പഴശ്ശിയുടെ സമരങ്ങൾ കമ്പനി കാണാൻ കിടക്കുന്നുള്ളത് പറഞ്ഞ പോലെ ഒളിഞ്ഞും മറഞ്ഞുമുള്ള പല ചെപ്പടി വിദ്യകൾ അല്ലെങ്കിൽ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏത് തരത്തിലും പോലീസിനെ നേരിടാൻ വേണ്ടിയാണ് എത്തിയത്. കാരണം കോഴിമുട്ടക്കകത്ത് മുളകുപൊടി വെച്ച് അത് ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് അതിനകത്ത് ഗോലി നിറച്ച് പോലീസിനെ എറിയുക, അത്തരത്തിൽ പുതിയ രീതിയിലുള്ള പുതിയ തലത്തിലുള്ള പുതിയ സമരമുറകളാണ് KSU അന്നെടുത്തത്. അതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു DGP ഓഫീസിലേക്ക് KPCC നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. ആ മാർച്ചാണ് പക്ഷേ പോലീസ് നടപടിയെ കൊണ്ട് അത് പൊളിഞ്ഞു പോയത്. എന്തായാലും 27-ാം തീയതിയാണ് ബ്ലോക്ക് തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സമരം, ഫാസിസ്റ്റ് വിമോചന സദസ് എന്ന പേരുള്ള ഈ സമരം നടക്കുന്നത്. ഈ സമരം പൂർണ്ണമായും വിജയിപ്പിക്കണം, അല്ലെങ്കിൽ അത് വിജയിപ്പിക്കാൻ ഏതറ്റം വരെ പോകാനും കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. നേതാക്കളും അത് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.